മൈ ഡിയർ മക്കളെ, വെൽക്കം ടു ദി എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. നമുക്ക് കുറച്ച് നേരം ജേർണലിസ്റ്റുമാരായാലോ? പത്രവാർത്തകളൊക്കെ എഴുതി പരിചയം നമുക്ക് ഇപ്പോഴേ തുടങ്ങിയാലോ? യെസ്, നമ്മുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. ഓൾറൈറ്റ്, അല്ലാതെ ഇപ്പോഴേ നിങ്ങളെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും പത്രത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ അടിപൊളിയായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു നല്ല ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്ന് പഠിച്ചാലോ? ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പഠിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ന്യൂസ് റിപ്പോർട്ടിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു നല്ല പത്രവാർത്ത എഴുതേണ്ടതിന് കൃത്യമായൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പാലിച്ച് എഴുതിയാൽ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടുകയുള്ളൂ. ഏതൊരു ചോദ്യത്തിനും അതിൻ്റേതായിട്ടുള്ള കുറേ ഫോർമാലിറ്റീസ് പാലിച്ച് എഴുതിയാൽ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുകയുള്ളൂ. പത്രവാർത്ത തയ്യാറാക്കുന്നതിനും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഇങ്ങനെ ഒരു കള്ളി ആദ്യം വരയ്ക്കുക. ഒരു ബോക്സിനകത്ത് നിന്ന് വേണം നിങ്ങൾ പത്രവാർത്ത എഴുതാൻ. പിന്നെ തലക്കെട്ട്, ഹെഡ്ലൈൻ മസ്റ്റാണ്. നമ്മൾ പത്രം എടുത്ത് നോക്കുന്ന സമയത്ത് ആ തലക്കെട്ട് കണ്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വേണം ആ വാർത്ത വായിക്കാൻ. സോ തലക്കെട്ട് നിർബന്ധം. ബൈലൈൻ, ആരാണ് ഈ വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടറിന് കൊടുക്കാം. നിങ്ങൾ മലയാള പത്രങ്ങൾ കണ്ടിട്ടില്ലേ, മനോരമ ലേഖകൻ, സ്വന്തം ലേഖകൻ എന്നൊക്കെ, അതിനെയാണ് ബൈ ലൈൻ എന്ന് പറയുന്നത്. പ്ലേസ്, ഡേറ്റ്, എവിടെയാണ് സംഭവം നടന്നിട്ടുള്ളത്. ഒരു സംഭവം നടന്നതാണല്ലോ വാർത്തയാവുന്നത്, അപ്പോൾ അത് എവിടെയോ വെച്ച് നടന്നിട്ടുണ്ട്. ആ സ്ഥലം ഏതാണെന്ന് കാണിച്ചു കൊടുക്കണം. ആൻഡ് ഡേറ്റ്, എന്നാണ് തീയതി എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ, പാരഗ്രാഫ്, ബോഡി, കൺക്ലൂഷൻ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു കിടിലൻ പത്രവാർത്ത തന്നെ നമ്മൾ തയ്യാറാക്കി കഴിയും. ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. എപ്പോഴും ഒരു ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ രൂപമായിരിക്കും പത്രവാർത്തയ്ക്ക് ഉണ്ടാവുക. അതായത് ഒരു തലതിരിഞ്ഞ പിരമിഡിൻ്റെ ആകൃതി. അതുപ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ, ഹൂ, വോട്ട്, വെൻ, വേർ, വൈ, ഹോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഉൾപ്പെടുത്തുക. സസ്പെൻസ് അങ്ങോട്ട് പൊളിക്കുക. ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ 5W1H വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കംപ്ലീറ്റഡ് ആയി. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ താഴോട്ട് കറക്റ്റായിട്ട് ചേർത്ത് എഴുതിയാൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ ഓർക്കുക, ഒരു ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ സ്റ്റൈലായിരിക്കും ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വാർത്തകൾ ആദ്യം തന്നെ, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് താഴോട്ട് വരുന്നു. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. Prepare a news report about the chaos at the Gymkhana grounds caused by the road engine. പിറ്റേ ദിവസം പത്രത്തിൽ വരാൻ സാധ്യതയുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റോഡ് എഞ്ചിൻ കാരണം ജിംഖാന ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളെ സംബന്ധിച്ചൊരു വാർത്തയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഫോർമാറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ആൻസർ എഴുതാൻ നോക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ അതിന് ഹെഡ്ലൈൻ കൊടുത്തു, chaos at Gymkhana grounds as road engine damages wall. ജിംഖാന ഗ്രൗണ്ടിൽ കുഴപ്പങ്ങൾ നിറഞ്ഞു, റോഡ് എഞ്ചിൻ മതിലുകൾ പൊളിച്ചത് കാരണം. ഓക്കെ, അതാണ് നമ്മൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ലൈൻ ഓക്കെയാണ്. സ്റ്റാഫ് റിപ്പോർട്ടർ ബൈ ലൈനും നമ്മൾ കൊടുത്തു. ഇനി എന്താ, പ്ലേസ്, മാൽഗുഡി, ഡേറ്റും നമ്മൾ കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിശദീകരിച്ച് എഴുതുകയാണ്. യെസ്റ്റർഡേ, ഇന്നലെ, എ സ്ട്രേഞ്ച് ആൻഡ് കയോട്ടിക് ഇൻസിഡൻറ്റ്, അപ്രതീക്ഷിതവും അതുപോലെ തന്നെ കുഴപ്പം നിറഞ്ഞതുമായിട്ടുള്ള ഒരു സംഭവം നടന്നു അറ്റ് ദ ജിംഖാന ഗ്രൗണ്ടിൽ വെൻ എ ഒരു റോഡ് എഞ്ചിൻ ഡാമേജ്ഡ് എ കോമ്പൗണ്ട് വാൾ, ഒരു വലിയ മതിൽ പൊളിച്ചു ഡ്യൂറിങ് ആൻ അറ്റംപ്റ്റ് ടു മൂവ് ഇറ്റ്. അത് അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ഇടയിലാണ് മതിൽ പൊളിഞ്ഞത് എന്ന് നമ്മൾ ആദ്യം തന്നെ ആളുകൾക്ക് പെട്ടെന്ന് നടന്ന സംഭവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിൻ്റെയൊക്കെ എക്സ്റ്റെൻഡഡ് കാര്യങ്ങൾ, മേൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മൾ വിശദീകരിച്ചാണ് എഴുതുന്നത്. The engine won as a lottery prize by a local resident. അവിടെയുള്ള തദ്ദേശീയനായിട്ടുള്ള ഒരാൾക്ക് ലോട്ടറി അടിച്ച സമ്മാനമായി കിട്ടിയിട്ടുള്ളതാണ് ഈ എൻജിൻ. was being moved with the help of a temple elephant. അത് ഒരു ടെമ്പിൾ എലഫൻറ്റിൻ്റെ സഹായത്താലും 50 കൂലീസ്, 50 കൂലി ജോലിക്കാരുടെ സഹായത്താലും ആൻഡ് ഒരു ഡ്രൈവറുടെ സഹായത്താലും മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഡ്യൂറിങ് ദ ഓപ്പറേഷൻ, ഈ ഒരു പ്രവർത്തനത്തിനിടയിൽ ദ എൻജിൻ സ്റ്റാർട്ടഡ് മൂവിങ് ഇൻ ആൻ അൺകൺട്രോൾഡ് മാനർ. എൻജിൻ
നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി. ഇറ്റ് ക്രാഷ്ഡ് ഇൻ ടു ദ നിയർ ബൈ കോമ്പൗണ്ട് വാൾ. അത് നേരെ തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ട് വാളിലേക്ക് ഇടിച്ച് കയറി ആൻഡ് ഡെസ്ട്രോയ്ഡ് എ ലാർജ് പോർഷൻ ഓഫ് ഇറ്റ്. ഇതിൻ്റെ വലിയൊരു ഭാഗം ഇടിച്ച് പൊളിച്ച് പപ്പടമാക്കി കളഞ്ഞു. ദ ടെമ്പിൾ എലഫന്റ് ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ് ആൻഡ് ക്രൗഡ്. ഈ ഒരു ആനയുണ്ടല്ലോ, അമ്പലത്തിലെ ആന, അത് പേടിച്ച് ബഹളം ഉണ്ടാക്കി. ആൻഡ് ദ ക്രൗഡ് ബ്രോക്ക് ഫ്രീ ആൻഡ് ഡാമേജ് മോർ ഓഫ് ദ വാൾ. ആ ചങ്ങല പൊട്ടിച്ച് തൊട്ടടുത്തുള്ള മതിൽ ചവിട്ടി പൊട്ടിച്ചു. മെനി പീപ്പിൾ ഗ്യാതേർഡ്. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വാച്ച് ദ ഇൻസിഡൻറ്റ്. ഈ ഒരു സംഭവം നോക്കി നിന്നു. ദ പോലീസ് അറൈവ്ഡ് ആൻഡ് ടുക്ക് ദ ഓണർ. പോലീസ് എത്തിയിട്ട് ഓണറിനെ പിടിച്ചു കൊണ്ടുപോയി. ഓഫ് ദ എൻജിൻ ഉടമസ്ഥനെ ഇൻ ടു കസ്റ്റഡി ഫോർ ക്വസ്റ്റനിങ്. ചോദ്യം ചെയ്യാൻ വേണ്ടി അയാളെ കൂട്ടിക്കൊണ്ടുപോയി. നോ ലോസ് ഓഫ് ലൈഫ് വാസ് റിപ്പോർട്ടഡ്. മരണവും അല്ലെങ്കിൽ അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് പ്രോപ്പർട്ടി ഡാമേജ്ഡ്. പക്ഷേ മതിൽ പൊളിഞ്ഞിട്ടുണ്ട്. വാസ് കോസ്റ്റ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതോറിറ്റീസ് ഹാവ് സ്റ്റാർട്ടഡ് ആൻ ഇൻക്വയറി ഇൻ ടു ദ മാറ്റർ. ഈ ഒരു കാര്യത്തിൽ അന്വേഷണം അതോറിറ്റീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് നമ്മളൊരു ഫോർമാറ്റ് പാലിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ന്യൂസ് റിപ്പോർട്ട് എന്ന ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ കൃത്യമായിട്ട് നമ്മളതിൻ്റെ ഫോർമാറ്റ് പാലിച്ചുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് മക്കൾ സ്വയം ചെയ്തു നോക്കുക. ഓക്കെ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ അല്ലേ? അധികം നിമിഷങ്ങളൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ഇനി ബാക്കിയില്ല. സോ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കുറച്ച് ഇൻസിഡൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സ്വന്തം ന്യൂസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് സാറ് വിശ്വസിക്കുകയാണ്. ഇത് പഠിക്കുക, ഇതിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഇപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ.